ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ശ്രുതിയെ അശ്വിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ അവിടേക്ക് വീണ്ടും പോവണ്ടേ എന്നുള്ള കാര്യത്തിൽ തീരെ താല്പര്യമില്ല. അപ്പോൾ അമ്മായി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ പോകുന്നത്? ഇവളവിടെ പോയി യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലായിരുന്നല്ലോ. മാത്രമല്ല ശ്യാമോന് ഇവള് അവിടേക്ക് ജോലിക്ക് പോകുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. ഇവളോട് അവിടുന്ന് ഇറങ്ങി പോവാൻ പറയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എത്ര നന്നായി അല്ലേ പ്രമീളേച്ചി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി അങ്ങ് എണീറ്റ് പോവാണേ. അപ്പോൾ ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് പറയുന്നുണ്ട്, അമ്മായി അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇത്ര നാളും മോൾ അവിടെ ജോലി ചെയ്തതല്ലേ, നേരിട്ട് പോയി യാത്ര ചോദിക്കുന്നതിലാണ് ഒരു മര്യാദയുള്ളത്. മോൾ അവിടെ പോയി യാത്ര ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മോളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് അമ്മയും അവിടെ നിന്ന് എണീറ്റ് പോവാണേ. തുടർന്ന് നമ്മുടെ ലാവണ്യ അശ്വിൻ്റെ അടുത്തേക്ക് പോവാണ്. അശ്വിനാണെങ്കിൽ ലാപ്ടോപ്പിൽ നല്ല ബിസിയാണ് കേട്ടോ. സാർ നീ ബിസിയാണോ? എന്താ നിനക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം അല്ല, ഇവിടെ എല്ലാവരും വളരെ വിഷമത്തിലാണ്. നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, അവൾ ഇനി ജോലിക്ക് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെന്താ കുഴപ്പം? അവളുടെ ആവശ്യം ഇനി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം കേട്ടോ അശ്വിൻ. അതുകൊണ്ട് ശ്രുതിയെ മുത്തശ്ശി നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ശ്രുതിക്ക് വേണ്ടി എന്തോ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ഞാനും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ഇത്രയും സില്ലി കാര്യത്തിനാണോ നീ എൻ്റെ സമയം മെനക്കെടുത്തുന്നത്? നിനക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനെ ആളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ അവൾ ഇവിടുത്തെ ആരാ? അവൾ എന്ത് സേവനാണ് ഇവിടെ ചെയ്തത്? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇനി മേലാൽ എൻ്റെ അഭിപ്രായം ചോദിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാവണ്യയെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് കേട്ടോ. തുടർന്ന് മനോരമ മുത്തശ്ശിക്ക് ചായയുമായിട്ട് വരികയാണ്. ദാ അമ്മ ചായ. ഹാവു, എന്തൊരു ആശ്വാസം. ഇന്നിവിടെ കീറസാരി ഇല്ലാത്തതുകൊണ്ട് ചെവി തല കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അഞ്ജലി മേഡം അത് ചെയ്യ്, ലാവണ്യ മേഡം ഇത് ചെയ്യ്, മുത്തശ്ശി ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലായിരുന്നോ? ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ എന്ത് ചെയ്താലും ഇതിനൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു, അല്ലാതെ ചിലർ ചെയ്യുന്നത് പോലെ കാട്ടിക്കൂട്ടലുകളല്ല എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഉദ്ദേശിച്ചിട്ടാണല്ലോ അമ്മ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനോരമ. സംശയിക്കണ്ട, നിന്നെ പറ്റി തന്നെയാ. നീ ഇപ്പൊ അധിക്ഷേപിച്ചില്ലേ കീറസാരിയെ കുറിച്ച്? അവൾ ഇവിടെ വന്നു പോയതുകൊണ്ടാ ഇവിടെ മംഗളകരമായിട്ടുള്ള ഒരു മുഹൂർത്തം ഉണ്ടാകാൻ പോകുന്നത് തന്നെ അവള് കാരണം. ലാവണ്യ നമ്മുടെ രീതിക്ക് അനുസരിച്ച് മാറിയത്, ചുനയും മാറ്റിയത് അവളാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോരമയ്ക്ക് ഇങ്ങനെ അടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ പെറുപിറുക്കണ്ട, എൻ്റെ മകൻ്റെ കല്യാണക്കാരെ നീ എപ്പോഴും ചോദിക്കുന്നില്ലേ? അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിനും കാരണക്കാരി അവള് തന്നെയാന്ന് പറയട്ടോ. അവളിവിടെ കുറച്ച് ദിവസം വരാതിരിക്കട്ടെ, അപ്പോഴറിയാം അവളെ വില എന്ന് പറയുമ്പോൾ മനോരമ പറയുന്നുണ്ട്, പിന്നെ അപ്പോൾ ലാവണ്യ പറയുന്നുണ്ട്, ശരിയാ മുത്തശ്ശി പറഞ്ഞത്, അവളെ കുറച്ച് ദിവസം കൂടി ഇങ്ങോട്ട് വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ലാവണ്യെ, അവൾ ഇന്ന് തന്നെ മുത്തശ്ശി നിർബന്ധിച്ചോണ്ടാ വരുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം എന്ത് പറ്റിയതാ? അവളെ വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? നീ എന്താ കുഞ്ഞാ പറയുന്നത്? ഇവിടുത്തെ ജോലി ചെയ്തിരുന്നവളല്ലേ, അപ്പൊ അവളെ മാന്യമായിട്ട് പറഞ്ഞയക്കേണ്ട മര്യാദ നമുക്കില്ലേ എന്ന് ചോദിക്കാട്ടോ അഞ്ജലി. അവൾ ഇവിടെ വന്ന് അതിന് മാത്രം എന്ത് ജോലിയാണ് ചെയ്തത്? എനിക്കങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് തക്ക ശമ്പളവും അവൾ ഇന്നലെ വരെ വാങ്ങിയിട്ടുണ്ട്. പിന്നെയും വെറുതെ ഓരോ സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എന്തിനെ വിളിച്ചു വരുത്തുന്നു? അവൾ ആ അവസരം മുതലാക്കും. ഇന്ന് വന്നാൽ ഇന്നത്തെ എക്സ്ട്രാ പൈസയും കൂടെ കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് വരികയായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടാനുള്ള പരിപാടിയായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ കുഞ്ഞാ ദൈവദോഷം പറയല്ലേ, അവൾ ഇവിടെ വരുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവൾ നല്ല കുട്ടിയാന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ദേഷ്യം പിടിക്കാൻ കേട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, ഇവിടെ തിരിഞ്ഞാലും ശ്രുതി അങ്ങനെ ചെയ്യുന്നു, ശ്രുതി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള മഹത്വം മാത്രമേ ഉള്ളൂ. അവൾക്ക് അതിന് തക്ക എന്ത് ക്വാളിറ്റിയാണുള്ളത്? എന്തായാലും ഇന്നു കൂടി വന്നിട്ട് അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പറഞ്ഞു വിടണം. ഇന്ന് അവളുടെ ഇവിടുത്തെ അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോവുക. അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഇത് കേട്ട് നിൽക്കുക കേട്ടോ. അശ്വിൻ പോകുന്ന പോക്കിൽ നമ്മുടെ ശ്രുതിയെ കാണുന്നുണ്ട്. കുറച്ചു നേരം നിന്ന് ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അശ്വിൻ അങ്ങ് പോകുമ്പോഴേ ശ്രുതിയും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി മോളെ ഇവിടെ വാ, നീ ഞാൻ വിളിച്ചിട്ടല്ലേ വന്നത്, നീ ഇറങ്ങി പോവുകയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്തേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തിരിക്കുമ്പോൾ മുത്തശ്ശി ഇവൾക്ക് വേണ്ട മാല കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വേണ്ട എനിക്ക് എന്ന് പറയുമ്പോൾ ഇത് നിനക്ക് അർഹതപ്പെട്ടതാണ്, വാങ്ങണം, മുത്തശ്ശി തന്നാൽ വാങ്ങില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ
ശ്രുതി അങ്ങ് വാങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അഞ്ജലി ഒരു രാമായണത്തിൻ്റെ ബുക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഇത് വായിച്ചാൽ മതി, നിന്റെ വിഷമം എല്ലാം മാറും എന്നൊക്കെ പറയുമ്പോൾ അവിടെയും ഒരു മിനിറ്റ് കാർട്ടൂൺ ബേബി എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൂടി കൊടുക്കുകയാണേ. ആ ഗിഫ്റ്റൊക്കെ വാങ്ങി കഴിയുമ്പോഴേക്കും അശ്വിൻ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാട്ടോ. എന്തു പറ്റി കുഞ്ഞന് എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ രാമേട്ടനോട് അശ്വിൻ കയർക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. തന്നോട് ഞാൻ കോഫിയല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്, ഞാൻ തൻ്റെ ഇഷ്ടത്തിന് ജ്യൂസാണ് എടുത്തുകൊണ്ട് വന്നത്, തൻ്റെ ഇഷ്ടത്തിന് കുടിക്കാൻ ഞാൻ ആളല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം രാമേട്ടൻ പറയുന്നുണ്ട്, കുഞ്ഞെന്നോട് പറഞ്ഞത് ജ്യൂസ് തന്നെയാണ് ഒക്കെ പറയുമ്പോൾ നന്നായിട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ അശ്വിൻ. എന്നിട്ട് ആ ജ്യൂസ് എടുത്തിട്ട് ടേറ് കൊടുക്കുന്നുണ്ട്. അപ്പം രാമേട്ടൻ അത് പെറുക്കാൻ പോകുമ്പോൾ തന്നോട് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത്, അത് ഇപ്പം തന്നെ എടുക്കണം തൻ്റെ വാശിയാണോ ചോദിക്കുമ്പോൾ ഒരു ട്രേയിൽ കുറച്ച് കുപ്പി കഷ്ണങ്ങൾ എടുത്തു വെച്ച് രാമേട്ടൻ അങ്ങ് പോവാണേ. അപ്പം അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ രാമേട്ട അവിടെ? അത് കുഞ്ഞ്, സാറ് എന്നോട് ജ്യൂസാണ് ആവശ്യപ്പെട്ടത്, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴേക്കും കോഫി ആയിരുന്നു ആവശ്യപ്പെട്ടതെന്നാണ് സാർ പറഞ്ഞത്. ഞാൻ ശരിക്കും കേട്ടതാ അഞ്ജലി കുഞ്ഞ്, ജ്യൂസാണ് സാർ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല രാമേട്ട, ഞാനിപ്പോൾ പഴയ പോലത്തെ സ്വഭാവം തുടങ്ങി, എന്ത് പറ്റിയതാ എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശ്രുതി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.